ചെറിയൊരു ടൂർ വ്ലോഗാണ്. ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു യാത്ര പോവുകയാണ് ഗുരുവായൂരിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരെയും കൂടെ അതൊന്ന് കാണിക്കുകയാണ്. പോയുള്ള വിശേഷങ്ങളും എല്ലാം കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6:15 ട്രെയിന്. ഞങ്ങളൊരു 5:45 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളാദ്യം ഗുരുവായൂരിലേക്ക് മാത്രം പോകാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഞങ്ങൾ വിചാരിച്ചൊരു 3-4 ക്ഷേത്രങ്ങളിലും കൂടെ കവർ ചെയ്തിട്ട് വരാമെന്ന്. അങ്ങനെ ഒരു 2 ദിവസത്തേക്കാക്കി പ്ലാനിങ്. ഞങ്ങൾ ആദ്യം പോയത് കാട്ടുപേര ക്ഷേത്രത്തിലാണ് കേട്ടോ. അങ്ങനെ 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ്. ഞാൻ ഇടിയപ്പോൾ ബാക്കിയുള്ളൊരു മസാല ദോശയാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ശങ്കരമംഗലത്താണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോയിൽ വേണം പോകാനായിട്ട്. അങ്ങനെ നമ്മൾ 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ക്ഷേത്രത്തിലെത്തിയിട്ട് ഇവിടെ നിന്നൊരു ജങ്കാറിൽ വേണം നമുക്ക് നടയിൽ പോകാനായിട്ട്. 8:30 മണിയാണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. അങ്ങനെ കുടയൊക്കെ പിടിച്ചായിരുന്നു നമ്മൾ പോയത്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്, മണി കെട്ടാറുണ്ട്. അങ്ങനെ പ്രാവശ്യം ഫാമിലി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ടും വെയിലൊക്കെ കൊണ്ട് നടന്നുകൊണ്ടും പിള്ളേരൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്, തളർന്നിരിക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് തൊഴുത് മണിയൊക്കെ കെട്ടി ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ വടക്കാഞ്ചേരിയിലേക്കാണ് പോകുന്നത്, ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇവിടുന്ന് കരുനാഗപ്പള്ളി പോയിട്ട് വേണം നമുക്ക് അവിടുന്ന് ട്രെയിൻ പിടിച്ച് പോകാനായിട്ട്. നമ്മൾ വെള്ളത്തിലാണ് കേട്ടോ പോയത്. കായലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ വെള്ളത്തിൽ പോകാനായിട്ട് നല്ല രസമായിരുന്നു. കരുനാഗപ്പള്ളി എത്തിയപ്പോഴും നമ്മളെല്ലാവരും നല്ല തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചിട്ട് എന്തൊരാശ്വാസമായിരുന്നു. അവിടെ നമ്മൾ ഓട്ടോയിൽ നേരെ സ്റ്റേഷനിലേക്ക് വന്നു. ഇവിടെ നമ്മൾ നേരത്തെയാണ് എത്തിയത്. അതുകൊണ്ട് ബസ് മുറിയിൽ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരിയിലേക്ക് യാത്ര കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മളൊരു 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വടക്കാഞ്ചേരി എത്തി കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് കഞ്ഞി കുടിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ നമ്മളൊരു ഓട്ടോയിലാണ് ക്ഷേത്രത്തിലോട്ട് പോയത്. അങ്ങനെ നമ്മൾ ഉത്രാലിക്കാവിലെത്തി. വന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ തോന്നിയിട്ട് നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്തു. ചുറ്റും പാടവും നല്ല കാറ്റും ആൽമരവും വല്ലാത്തൊരു ഫീലായിരുന്നു. അതിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം വരുന്നത്. ഈ പാടത്തിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ട്രെയിൻ പോകുന്നതൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഉത്രാളിക്കാവ്. നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര ഒരു കുളിർമ തരുന്നൊരു സ്ഥലമാണ്. എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി. ഇവിടെ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു. എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലോട്ട് കയറിയത്. കാരണം ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഭംഗിയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ക്ഷേത്രവും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുതു. ദീപാവലി സമയമായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട് തൊഴുതു. അങ്ങനെ ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ നേരെ ഗുരുവായൂരിലേക്ക് പോയി. ഇവിടെ സ്ട്രേറ്റ് ഗുരുവായൂരിലേക്ക് ബസ്സില്ല കേട്ടോ. നമുക്ക് ഓട്ടുപാറ ഇറങ്ങിയിട്ട് അവിടുന്ന് കുന്നംകുളം ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് വേണം ഗുരുവായൂരിൽ പോകാൻ. നമ്മൾ കുന്നംകുളം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ചപ്പാത്തിയും അപ്പവും കുറുമക്കറിയും മഷ്റൂം കറിയും ഒക്കെ നന്നായിട്ട് കഴിച്ചു. അങ്ങനെ നമ്മളിവിടെ നേരെ ഗുരുവായൂരിലേക്ക് തിരിച്ചു. അപ്പോൾ ഇനി ഗുരുവായൂരിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.